ആലുവ കുട്ടമശ്ശേരിയിൽ 7 വയസ്സുകാരനെ ഇടിച്ചിട്ട് നിർത്താതെ പോയ കാറ് പോലീസ് തിരിച്ചറിഞ്ഞു. അപകടം നടന്ന സ്ഥലത്തെത്തി പോലീസ് വിവരങ്ങൾ ശേഖരിച്ചു. അപകടത്തിൽ പരിക്കേറ്റ കുട്ടി ഇപ്പോഴും വെന്റിലേറ്ററിൽ തുടരുന്നു എന്നാണ് ശ്രീകാന്ത് കൊച്ചിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. ശ്രീകാന്ത്, പറയൂ, ആ കാർ എങ്ങനെയാണ് കണ്ടെത്തിയത്? ഈ CCTV ദൃശ്യങ്ങളിൽ നിന്നും കാറിന്റെ നമ്പർ ഐഡന്റിഫൈ ചെയ്തു എന്നുള്ള വിവരമാണ് ഇപ്പോൾ ലഭിക്കുന്നത്. പക്ഷേ നമ്പർ പുറത്തു വിട്ടിട്ടില്ല. ഈ നമ്പർ കേന്ദ്രീകരിച്ച് ഇപ്പോൾ പരിശോധന തുടങ്ങി എന്ന വിവരവും പുറത്തു വരുന്നു. ഈ കുഞ്ഞിന്റെ മാതാപിതാക്കൾ തന്നെ, കുഞ്ഞിന്റെ ബന്ധുക്കൾ തന്നെ ഈ CCTV കേന്ദ്രീകരിച്ചുള്ള പരിശോധന ഇന്നലെ മുതൽ തന്നെ തുടങ്ങിയിരുന്നു. ഈ അപകടം നടന്ന സ്ഥലത്തെ ചില കടകളിൽ CCTVകൾ സ്ഥാപിച്ചിരുന്നു. ആ കടകളിൽ നിന്നാണ് ഈ വിവരങ്ങൾ, ഈ CCTV ദൃശ്യങ്ങൾ ലഭിച്ചത് എന്നാണ് പറയുന്നത്. ഈ CCTV കേന്ദ്രീകരിച്ചുള്ള പരിശോധനയിൽ കാറിൻ്റെ നമ്പർ ലഭിച്ചു എന്ന് ഇപ്പോൾ വ്യക്തമാകുന്നുണ്ട്. ഇതിൻ്റെ ഉടമസ്ഥനെ വൈകാതെ കണ്ടെത്തുമെന്നും കാർ കസ്റ്റഡിയിലെടുക്കുകയും ഇതിന് കാരണക്കാരായവരെ കസ്റ്റഡിയിലെടുക്കും എന്ന് പോലീസ് അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ അപകടം നടന്ന സ്ഥലത്തെത്തി പോലീസ് ഇതിനോടകം വിവരങ്ങൾ ശേഖരിച്ചു, തെളിവ് ശേഖരണം നടത്തിയിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത, ഈ സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത, ഈ കാർ തിരിച്ചറിഞ്ഞതായുള്ള വിവരം തന്നെയാണ്. CCTV ആണ് ഇതിന് സഹായകമായത് എന്ന വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. തുടർ നടപടികൾ പോലീസ് ശേഖരിക്കും. കുഞ്ഞിപ്പോഴും വെന്റിലേറ്ററിൽ തുടരുകയാണ്. SKN. ഓക്കെ, താങ്ക് യു ശ്രീകാന്ത്. എന്തായാലും കാറ് കുട്ടിയെ ഇടിച്ചിട്ടിട്ട് നിർത്താതെ പോയ കാർ പോലീസ് തിരിച്ചറിഞ്ഞു എന്ന ശുഭകരമായ വാർത്തയാണ് ഇപ്പോൾ വരുന്നത്.